കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി മനോരമ ന്യൂസിനൊപ്പം ചേരുകയാണ്. ആ മഹാമനസ്കനെ, ആ വിശാല ഹൃദയനെ, ആ സ്നേഹസമ്പന്നനെ ഞാൻ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ ലഭിച്ചിരിക്കുകയാണ്. നീ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ MLA-യോ ഒന്നും ആകണമെന്നല്ല ഇവർ ആവശ്യപ്പെടുന്നത്. ഒരു ജനക്കൂട്ടത്തെ സംബന്ധിച്ച് ഒരു നേതാവ് വേണം. അവരുടെ ആശയും പ്രതീക്ഷയും പ്രതിഷേധവും ഒക്കെ മുന്നിൽ നിന്ന് നടത്തി കൊടുക്കുന്ന ഒരു നേതാവ്. അയാൾ BJP ആണോ മറ്റേതാണോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അയാൾ വളരെ ക്ലീൻ കക്ഷിയാണ്. ഇന്ത്യയിൽ ഇതുവരെ ടാപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്ത പുതിയ വാല്യൂ അഡീഷൻ എക്സിസ്റ്റിംഗ് ടൂറിസം എന്റർടൈൻമെന്റ് ആ പ്ലാറ്റർ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തണം. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ, സായിപ്പന്മാരും മദാമ്മമാരും അങ്ങനെ അടിച്ച് കയറി വരട്ടെ. പെട്രോളിന്റെ വില ഒന്ന് കുറഞ്ഞു കിട്ടണേ സമേ. പെട്രോളിന്റെ വില അത് പെട്രോളിന്റെ പരിധിപ്പെട്ട സംഗതിയല്ല. ആ വിലവർധനയൊക്കെ സ്ക്വയർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഓയിൽ ഫൈൻഡിങ്സ് വേണം. അപ്പോൾ ഓയിൽ എക്സ്പ്ലോറേഷൻ, നമ്മുടെ കാവേരി ബേസിൻ. പത്മനാഭൻ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ ആട്ടിമൂടി പഠിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ കൊല്ലത്ത് ഇപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഇങ്ങനെ ഊഹാപോഹം കേൾക്കുന്നു. അതെ മുതലാളി, ഈ പറമ്പിൽ എണ്ണയുണ്ടെന്ന്. എണ്ണയോ? അതിന്റെ സത്യസന്ധമായ അന്വേഷണം നടത്താനും അങ്ങനെ ഒരു സാധ്യതയാണെങ്കിൽ ഫലവത്തായ ഇംപ്ലിമെന്റേഷനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. ഒരാളെ പോലും ഇനി എന്റെ എണ്ണപ്പാടത്ത് നിൽക്കാൻ പോലും സമ്മതിക്കില്ല. 100 മില്ലി എണ്ണ പോലും ഞാൻ ആർക്കും കൊടുക്കത്തുമില്ല. എന്റെ എണ്ണച്ച അച്ഛൻ വലിയവനാ.